എന്താ മോളെ, ഈ ഇടത്ത് ഇഷ്ടമല്ലേ നിനക്കിപ്പോ? ഏട്ടത്തിയോടുള്ള ഇഷ്ടം എന്നും അതുപോലെ തന്നെ ഉണ്ടാവും എനിക്ക്. ഏട്ടത്തിയുടെ തിരക്കും കാര്യങ്ങളും കാണുമ്പോൾ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ ഒന്നും പറയാൻ വരാത്തത്. ഏട്ടത്തിയല്ലേ ഞങ്ങളെ വളർത്തി ഇതുവരെ എത്തിച്ചത്. ഒരമ്മയുടെ കുറവ് നികത്തിയതും ഏട്ടത്തി തന്നെയാ. ആ ഏട്ടത്തി അമ്മയെ എങ്ങനെയാ സ്നേഹിക്കാതിരിക്കുന്നേ? എനിക്കറിയായിരുന്നു എന്റെ മക്കൾ ആരും എന്നെ തഴയില്ലാന്ന്. ശരിക്കും ഞാൻ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് എന്റെ 4ാമത്തെയാ. നിങ്ങൾ 3 പേരും കഴിഞ്ഞിട്ടേ എനിക്കാരും ഉള്ളൂ. ആഹാ, സ്നേഹം എന്താ ചേച്ചിയുടെ അടുത്ത്? അല്ല, സാധാരണ ഇങ്ങനെ ചേർന്നിരിക്കുന്നതും വാത്സല്യം ഏറ്റുവാങ്ങുന്നതും ഒക്കെ മറ്റു 2 ഏട്ടത്തിമാരുടെ അടുത്തുനിന്നാണല്ലോ. എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇനി അങ്ങനെ ഓരോന്ന് അനഘയായിട്ട് പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. നിനക്ക് സമാധാനമായോ? ഈ വീട്ടിൽ നിന്ന് നിന്നെ തേച്ചൊട്ടിക്കാത്ത ആരെങ്കിലും ബാക്കിയുണ്ടോ ഇനി? കുറെ നാളായിട്ട് ഈ വീട്ടിൽ കാണാത്ത കാഴ്ച കണ്ടപ്പോ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ചേച്ചിക്ക് എന്താ അവളോടൊരു സ്നേഹം? ആ, അവളോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് നിന്നെക്കാളും സ്നേഹവും വാത്സല്യം അവളോടാ. അവൾ എന്റെ മോളല്ലേ. ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് പോറ്റമ്മയായി വളർത്തിയത് ഞാനല്ലേ. അതെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്നേഹയ്ക്ക് തോന്നണം. അതിനാ അടുത്ത് വിളിച്ചിരുത്തി കൊഞ്ചിച്ചു വിട്ടത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എല്ലാരും തീരുമാനിച്ച രംഗം. അന്ന് അവൾ എനിക്കെതിരെ സംസാരിച്ചു. ഇനിയും ചിലപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോ സ്നേഹയുടെ നാവ് എനിക്കെതിരെ തിരിയരുത്. അതിനുവേണ്ടി ഇപ്പോഴേ ഒരു ശ്രമം തുടങ്ങിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയല്ലാതെ ഒരിക്കൽ പോലും ഇവളോടൊന്നും ഒരു കരുണയും കാണിക്കരുത്. തോലോടുന്ന കൈകൊണ്ട് തന്നെ കഴുത്ത് ഞെരിക്കേണ്ടതാ. അറവ് മാടിനോട് ചേച്ചി ഗർഭിണിയാണെന്ന് സന്ധ്യയും കൂടി പറഞ്ഞതോടെ ഇവിടെ സംശയം ഉണ്ടായിരുന്ന എല്ലാവരുടെയും സംശയം മാറി. ഇനി എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത്? കുഞ്ഞ് ജനിക്കാൻ ഇനി ഒരു 6-7 മാസം കഴിയണം. അതുവരെ ഇങ്ങനെ വെറുതെ ഇരിക്കാന്നാണോ? ഞാനിപ്പോ ചോദിച്ചപ്പോഴാണോ ചേച്ചി അതിനെ കുറിച്ച് ആലോചിക്കുന്നത്? അമ്മയാകുന്നു എന്നറിഞ്ഞപ്പോ ബാക്കി എല്ലാം ചേച്ചി മാറുന്നോ? അങ്ങനെ മറക്കാൻ മാത്രം എന്റെ ഉള്ളിൽ മറ്റൊന്നും ഇല്ലല്ലോ. പകയല്ലേ ഉള്ളൂ. നീ പറഞ്ഞപ്പോഴല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടാ ഓരോന്നും ചെയ്യുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വരെ ഗർഭം ധരിച്ച് വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ച് അതിന്റെ മക്കളുമായിട്ട് പിന്നെ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ക്ലീശേ ജീവിതം അല്ല ഈ അവന്തികയുടേത്. എനിക്കിവിടെയുള്ളവരോട് പക വീട്ടാനുള്ളതാ ഈ കുഞ്ഞു വരെ. ഇനി നീ നോക്കിക്കോ ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേന്ന്. നീ ചോദിച്ചില്ലേ ഇനിയുള്ള 6-7 മാസം വെറുതെ ഇരിക്കുവാണോന്ന്? ആ 6-7 മാസമാണ് നമ്മൾ ശരിക്കും കളിക്കാൻ പോകുന്നത്. നീ കണ്ടോ ഈ നാടകത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ? ആഹാ, അടിപൊളി. നാടകത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങൾക്കേ ഇപ്പോഴേ എന്റെ വക ഒരു കയ്യടി ഇരിക്കട്ടെ. പിന്നീട് നടന്നില്ലെങ്കിലോ? നാടകമൊക്കെ കഴിയുമ്പോ തട്ടയിൽ നിങ്ങൾ 2 പേരും ഉണ്ടാവില്ല. സന്ധ്യ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഡോക്ടറും ഒക്കെ സ്ഥിരീകരിച്ചൊരു കാര്യം നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ നിനക്കതിനുള്ള ബുദ്ധിയേ തന്നിട്ടുള്ളൂ. അതിനിപ്പോ വേറെ ആർക്കൊന്നും ചെയ്യാനുമില്ല.
നിങ്ങൾ ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും ഇത് വെച്ച് മുതലെടുക്കാൻ പോവാണെന്നൊക്കെ എനിക്കറിയാം. ഈ കുടുംബത്തിനും ഇവിടെയുള്ള ആളുകൾക്കും ചേരാത്ത തരം താഴ്ന്ന കളിക്കാ നിങ്ങൾ മുതിരുന്നത്. ഒരുമാതിരി താഴേക്കിടയിലുള്ള സ്ത്രീകൾ പോലും ചെയ്യാൻ അറക്കുന്ന വൃത്തികെട്ട കളി. അതെ, സംഭവം നീ പറഞ്ഞതൊക്കെ ഉള്ളതാ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ ചെയ്യേ. പിന്നെ ഈ കുടുംബത്തിന്റെ മഹിമയുടെ കാര്യമൊന്നും നീ പറയണ്ട. ഇവിടുത്തെ മഹിമയാണ് നീ പറഞ്ഞതെങ്കിൽ അതെനിക്ക് നേരത്തെ അറിയാം. ആളുകളെ അറിയാവുന്ന ആളുകളെ ആയതുകൊണ്ടാണല്ലോ ഞാൻ വാളെടുത്ത് വെട്ടാനൊരുങ്ങി നിൽക്കുന്നത്. ഈ ഗർഭവും കുഞ്ഞിനെയും വെച്ച് തന്നെയാ അവന്തികനെ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നടക്കില്ലെന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. എന്താ എന്നെ നീ ഇതിലും തോൽപ്പിക്കുന്നാണോ? മുന്നത്തെ പോലെ എല്ലാത്തിനും അവസാനം അർച്ചനയ്ക്ക് ജയിക്കാൻ ഇത് നിസ്സാര സംഭവമല്ല. നിനക്ക് ജയിക്കാനുള്ള ഒരേ ഒരു വഴി നിനക്ക് സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാ. അങ്ങനൊരു വിധി നിനക്കില്ലല്ലോ. ആ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ പ്രസവിച്ച് കാണിക്ക്. സച്ചിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം, ലോകത്തൊരു പെണ്ണും കേട്ട് നിൽക്കുന്ന കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞെന്ന്. ഞാനേ വെറുതെ ഊഹിച്ചു പറഞ്ഞതാ. നമ്മൾ കട്ടയ്ക്ക് പൊരുതുന്നതാ എനിക്കിഷ്ടം. അതിന് നീ കൂടെ ഗർഭിണിയാവണം, ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും കൂടെ വേണം. ഈ വീട്ടിലിപ്പോ 2 ഗർഭിണികൾ. നെല്ലിശ്ശേരി സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയായ അവന്തികയും ഇളയ മകന്റെ ഭാര്യയായ ആതിരയും. അവര് തമ്മിലാ മത്സരം. ഇതിനിടയ്ക്ക് 2ാമത്തെ മകന്റെ ഭാര്യ അർച്ചനയ്ക്ക് ഒരു റോളും ഇല്ല. ഇവിടെ നടക്കുന്നതിനൊക്കെ ഒരു പ്രേക്ഷക എന്നതിനപ്പുറം അർച്ചനയ്ക്കൊന്നും ചെയ്യാനില്ല. ഒരു കാര്യം നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയാം. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ ആഘോഷങ്ങളിലും 2 ഗർഭിണികളാ. പക്ഷേ അതിലൊരു ഗർഭിണി മാത്രമേ പ്രസവിക്കൂ. അതെന്തായാലും നിന്റെ അനിയത്തി ആവില്ല. ഈ അവന്തികയായിരിക്കും. പ്രസവിക്കുന്നതിന് മുൻപ് നിന്റെ അനിയത്തി ആതിരയുടെ കുഞ്ഞ് അബോർഷനാവും. ആക്കും ഈ അവന്തിക. നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടാ ഞാനിത് ചെയ്യാൻ പോകുന്നത്. നിന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നീ തടയ്. ഒറ്റയ്ക്ക് നീ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതിന് അർച്ചന ഒറ്റയ്ക്കാണെന്ന് അവന്തികയോട് ആരാ പറഞ്ഞേ? മോളെ, എന്തായാലും കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് അവന്തികയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നീ ഇവിടുന്ന് ചീട്ടും കയറി പോയതല്ലേ, പിന്നെയും കയറി വന്നോ? അല്ല, നിനക്ക് കിട്ടിയതൊന്നും പോരെ? കിട്ടിയതൊക്കെ തിരിച്ചു തരാനാ വന്നത്. ഇവിടുന്ന് പോയതിനു ശേഷേ ഒരു മനസമാധാനക്കേട്. അനൂപേട്ടനോട് ചോദിച്ചപ്പോ ഇങ്ങോട്ട് വരാൻ അനുവാദം തന്നു. അനൂപേട്ടനൊരു പാവ. എത്ര ദ്രോഹിച്ചാലും അത് അപ്പൊ തന്നെ മറന്നുപോവും. എന്നാലേ മീര അങ്ങനെയല്ല, ഒന്നും മറക്കില്ല. അതല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വന്നേ. മനസ്സിലുള്ള മുഴുവൻ ഭാരവും ഇറക്കി വെച്ചിട്ടേ ഇനി ഞാൻ ഇവിടുന്ന് പോവും. നീ എന്താടി അർച്ചന ഇങ്ങനെ നിൽക്കുന്നേ? അവന്തിക പറഞ്ഞത് കേട്ടിട്ടാണോ? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ഇവള് പറഞ്ഞത് എന്തെങ്കിലും നടന്നതായിട്ട് നിനക്കറിയോ? പിന്നെന്തിനാ നീ വിഷമിക്കുന്നേ? ഇങ്ങോട്ട് മാറിയേ.
നീ നേരത്തെ എന്താ പറഞ്ഞ്? ആതിരയുടെ ഗർഭം അലസിപ്പിക്കുമെന്നോ? ഗർഭം അലസിപ്പിക്കുന്നത് പോയിട്ടേ ആതിരയുടെ അടുത്ത് പോലും നിന്നെ ഇനി ഞാൻ അടുപ്പിക്കില്ല. ആതിരയുടെ കൊച്ചിനെ അവന്തികയുടെ കൈ കൊണ്ട് എടുപ്പിച്ചിട്ടേ ഇനി ഈ മീര ഇവിടുന്ന് പോവും. എന്നെ കള്ളക്കേസിൽപ്പെടുത്താൻ നോക്കിയതിനും എന്റെ അനൂപേട്ടനെ കള്ളനാക്കാൻ നോക്കിയതിനും പിന്നെ ഇപ്പൊ നീ ഈ പറഞ്ഞതിനും എല്ലാം ചേർത്ത് നിനക്ക് തിരികെ തന്നിട്ടേ മീരയ്ക്ക് ഇനി സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂ. നീ കാത്തിരുന്നു. എന്റെ ചെണ്ട ഇവിടെ ഉണ്ടായിരുന്നോ? നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഓരോന്നിനിറങ്ങിയാൽ സ്വന്തം ജീവിതം കോഞ്ഞാട്ടയായി പോവും. നേരുന്നു ശുഭദിനം. വാർച്ചനെ നന്ദേട്ടാ, നന്ദേട്ടാ. നന്ദേട്ടൻ ഇറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല. അച്ഛനാകാൻ പോകുന്നു അറിഞ്ഞപ്പോ മുതല് നന്ദേട്ടൻ ഇത്തിരി ഒരുക്കം കൂടുതലാ. പ്രായം കൂടിയെന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ, എടുത്തേ പോന്നു. കുറച്ചു നേരെ ആയുള്ളൂ. ഇവിടെ നിൽക്കാൻ കണക്കാക്കി തന്നെയല്ലേ വന്നേ? പിന്നല്ലാതെ ഇത്തവണ ഡ്രസ്സ് കുറച്ച് കൂടുതലാ എടുത്തത്. കൂടുതൽ ജോലി ഉള്ളതാണല്ലോ. ഓ, കൂടുതൽ ജോലിയോ? അത് വേറൊന്നുമല്ല, ആതിര പ്രസവിക്കേണ്ട സമയമായി വരല്ലേ. അപ്പോ പ്രസവിക്കുന്നത് വരെ ദുഷ്ടശക്തികളുടെ കണ്ണീർ കൊള്ളാതെ നോക്കണമല്ലോ. അതിന്റെ കാര്യം പറഞ്ഞതാ. മീരേച്ചി എന്തായാലും ആതിരയുടെ കാര്യം നോക്കുമല്ലേ? അപ്പൊ എന്റെ ചേച്ചിയെ കൂടെ നോക്കിക്കോണേ. ഇവിടെ ഇപ്പൊ ഗർഭിണികൾ രണ്ടാ. അനക്കയ്ക്ക് ഇപ്പൊ ഇവിടെ എന്താ പണി? ചുമ്മാ ഇരിക്കുവല്ലേ? എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതിനെന്താ, ഞാൻ പറഞ്ഞു തരാലോ. ഇന്ന് മുതൽ ഗർഭ ശുശ്രൂഷ കോഴ്സ് നമുക്ക് തുടങ്ങാം. നിനക്കായതുകൊണ്ട് ഫീസ് ഒന്നുമില്ല, ഫ്രീ. എന്തായാലും എടുത്തി വന്നല്ലോ, അതൊരു സമാധാനായി. അതെ, ഇവന് ഭയങ്കര ടെൻഷനായിരുന്നു. അർച്ചനയ്ക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മീരയോ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? ഇപ്പൊ വന്നുള്ളൂ ഏട്ടാ. മീരെടുത്തി വന്നു, അങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ തന്നെ അനുവിനോട് പറഞ്ഞത് മീരയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. സച്ചി, നമുക്കറിയാം. ഓ, ഇറങ്ങാട്ടാ. ശരി എന്നാ. നന്ദേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? നന്ദേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ എനിക്കൊരു മസാല ദോശ വാങ്ങിക്കൊണ്ട് വരണേ. എന്താണെന്നറിയില്ല, മസാല ദോശ കഴിക്കാൻ ഭയങ്കര കൊതി തോന്നുന്നു. ഗർഭിണിയാവുന്ന സമയത്ത് മസാല ദോശ കഴിക്കാൻ എപ്പോഴും കൊതിയാവുന്ന എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞത്. ആതിര നിന്നോട് പറഞ്ഞിട്ടില്ലേ സന്ദീപേ? ഇല്ല. അതെ, നിനക്ക് എന്തെങ്കിലും വേണേൽ ഇവിടെ ഡ്രൈവർമാരോട് ആരോടെങ്കിലും പറഞ്ഞാൽ മതി, അവർ വാങ്ങിച്ചോണ്ട് വന്നോളൂ. അതെന്ത് വർത്താനാ നന്ദേട്ടാ? ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമൊക്കെ ഭർത്താവല്ലേ നടത്തി കൊടുക്കേണ്ടത്? ഭർത്താവ് വാങ്ങിത്തരുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എടാ സന്ദീപേ, നീയും ആതിരയ്ക്കൊരു മസാല ദോശ വാങ്ങിക്കൊടുത്തോ? ചിലപ്പോ അവള് നിന്നോട് പറയാത്തതായിരിക്കും. ഇവര് രണ്ടുപേരും എന്തായാലും വാങ്ങല്ലേ, അപ്പോ സച്ചിയൊരെണ്ണം വാങ്ങിച്ചോ. ഗർഭിണിയല്ലെങ്കിലും അർച്ചനയ്ക്കും കഴിക്കാമല്ലോ. എന്തായാലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാനുള്ള വിധിയില്ല എന്നും പറഞ്ഞ് അർച്ചനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ?
അവന്തിക പറയുന്നുണ്ടൊന്നും തോന്നരുത്. അവന്തികയുടെ ചില വർത്തമാനവും പെരുമാറ്റവും ഒക്കെ കണ്ടാ തോന്നും ഇതൊക്കെ അവന്തികയുടെ കഴിവാണെന്ന്. അവന്തികയ്ക്ക് ഈശ്വരൻ ആ ഭാഗ്യം തന്നു എന്ന് വെച്ച് ഇങ്ങനൊരവസ്ഥയില് കൂടുതൽ അഹങ്കാരം കാണിക്കല്ലേ അവന്തിക. ദേ, ഈശ്വരനെ മറന്ന് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടുവേ. ഹ, അതിന് ഞാനെന്ത് പറഞ്ഞു എന്നാ? എന്നെ ആതിരയും പോലെ അർച്ചനയും വേഗം ഗർഭം ധരിക്കണമെന്നാ എന്റെയും പ്രാർത്ഥന. അവൾക്കൊരു വാശി വരാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. അവന്തികയ്ക്ക് ഇപ്പൊ എന്താ? ഒരു മസാല ദോശ വേണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ പറയുകയും ചെയ്തു. അവന്തിക അവന്തികയുടെ കാര്യം മാത്രം പറയണം. ആതിരയുടെ അർച്ചനയുടെയും കാര്യം അത് അവര് പറഞ്ഞോളൂ. പിന്നെ അർച്ചന ഗർഭിണിയാവാത്തതിന് സച്ചിക്കും അർച്ചനയ്ക്കും ഇല്ലാത്ത പ്രശ്നം ഇവിടെ ആർക്കും വേണ്ട. മീരെ, ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ നീ പറഞ്ഞുണ്ടാക്കല്ലേ. ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതും അപ്പൊ ഉണ്ടാവുന്ന മനസ്സിന്റെ സന്തോഷമൊക്കെ അർച്ചന കൂടി അറിയണം. അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാ. ഇനി ഇവര് താമസിപ്പിച്ച ഞങ്ങൾ പ്രസവിക്കുമ്പോ അർച്ചനയ്ക്ക് അതൊരു വിഷമാവും. ആ വിഷമം കൂടി മാറി എത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാനാ ഞാൻ പറഞ്ഞത്. സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പ്രസവിക്കേണ്ടതും ഇവിടെ എല്ലാവരും എടുത്തു നടക്കേണ്ടതും സച്ചിയുടെ അർച്ചനയുടെ കുഞ്ഞിനെയായിരുന്നു. ആ, ഇനിയിപ്പോ എന്ത് ചെയ്യാം? വിധി ഇങ്ങനെ ആയിപ്പോയില്ലേ. അർച്ചന, ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുള്ളല്ലേ സമയം സന്ദർഭം നോക്കി വേണം ഓരോന്ന് പറയാനെന്ന്. അതിന് ഞാൻ വേണ്ട, ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. ഏട്ടത്തിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അവന്തികേ, നിന്റെ മനസ്സ് നന്നാവാതെ നീ അമ്മയല്ല അമ്മുമ്മയല്ല മുത്തശ്ശിയായിട്ടും യാതൊരു കാര്യമില്ല. നീ വന്നടാ. രാവിലെ ഏട്ടത്തി എന്നോട് ചോദിച്ചില്ലേ ഇപ്പൊ എന്താ ഒരു അകൽച്ചയെന്ന്? ഇതൊക്കെ തന്നെയാ കാരണം. അർച്ചന, അർച്ചന, ഏട്ടത്തി പറഞ്ഞൊന്നും താൻ കാര്യാക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏട്ടത്തിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം താൻ ചെയ്തിരുന്നോ? താനങ്ങനൊന്നും ചെയ്യില്ലെന്നറിയാം, എങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏട്ടത്തിയൊന്നും മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മുടെ കുറ്റമല്ലല്ലോ. നോക്കേ, സമയമാകുമ്പോൾ എല്ലാം ശരിയാവും. അതിന് താനിങ്ങനെ വിഷമിക്കണ്ട. തന്നെ ഇങ്ങനെ കണ്ടോണ്ട് ഞാൻ എങ്ങനെയാ ഓഫീസിൽ പോകുന്നേ? അത് സച്ചേട്ടൻ കാര്യാക്കണ്ട. സച്ചേട്ടൻ പൊയ്ക്കോ, പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സച്ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്തായാലും ഈ വീട്ടില് അവന്തിയടുത്തയുടെയും ആതിരയുടെയും കുഞ്ഞുങ്ങൾ വരാൻ പോവല്ലേ. അതോടെ നമ്മുടെ കാര്യം എല്ലാവരും മറക്കും. അതുകൊണ്ട് അതുവരെയെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു തീരുമാനം എടുത്താലോ? അങ്ങനെ തീരുമാനിച്ച് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഒക്കെ നമുക്കായിട്ട് തന്നെ ഒഴിവാക്കാമല്ലോ. ഞാനതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു. തന്നോടങ്ങനെ പറയുമെന്ന് കരുതിയാ ഞാൻ പിന്നെ പറയാതിരുന്നത്.
നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമുക്കിപ്പോ കുഞ്ഞു വേണ്ടെന്ന് തൽക്കാലത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നു. ആര് ചോദിച്ചാലും ഇതാണ് നമ്മുടെ ഉത്തരം. കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം തൽക്കാലം നമുക്കാണല്ലോ. അതിനി ആര് ചോദ്യം ചെയ്യാൻ വന്നാലും നമ്മൾ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലും അത് തന്നെ നല്ലത്. അങ്ങനെ ഒരു തീരുമാനത്തിലാണെന്ന് നമുക്ക് സ്വയം ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളും അമിതമായ പ്രതീക്ഷയിൽ കാത്തിരിക്കണ്ടല്ലോ. കാലാവധി വെക്കാത്ത ആ കാത്തിരിപ്പിന് തൽക്കാലത്തേക്ക് വിട കൊടുക്കാം.